പതിവ് പോലെ തന്നെ സാരിയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ സാരി ഡ്രേപ്പ് ചെയ്തു. പ്ലഫി പ്ലീറ്റ്സ് എടുക്കാൻ പറ്റാത്ത സാരി ആയതുകൊണ്ടാണ് പ്ലഫി പ്ലീറ്റ്സ് എടുക്കാഞ്ഞത്. അതാണല്ലോ ഇപ്പോൾ ട്രെൻഡ്. അപ്പോൾ നമുക്കിനി അഭിപ്രായം ചോദിക്കാം ബ്രൈഡിനോട്. കണ്ണ് കുറച്ച് വലുതായിട്ട് വാലിട്ട് എഴുതണം. ഓക്കെ, ചേച്ചിയുടെ ഇഷ്ടം. ഹെയർ ഓപ്പൺ ഹെയർ ആയിട്ട് കുറച്ച് അധികം ഒതുങ്ങി പോകണ്ട, കുറച്ച് ഫ്രണ്ടിൽ നോക്കിയാൽ കുറച്ച് കാണുന്ന രീതിക്ക്, മുടി കാണുന്ന രീതിക്ക് ഹെയർ കാണണം. അങ്ങനെ ദൈവത്തിനെയും വിളിച്ചുകൊണ്ട് ആളുടെ അഭിപ്രായങ്ങൾക്കൊത്തുള്ളൊരു മേക്കപ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പാലിട്ട് കണ്ണൊക്കെ എഴുതിയിട്ട് ഉള്ളൊരു മേക്കപ്പ്. അപ്പോൾ ആൾ എൻ്റെ ഇടയ്ക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എൻ്റെ കണ്ണ് കണ്ടിട്ടാണ് പയ്യൻ വീണത്, ഞാനിങ്ങനെ വാലിട്ട് കണ്ണെഴുതുന്ന പയ്യന് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വാലിട്ട് കണ്ണെഴുതി തരണേന്ന്. ആൾ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് വാലങ്ങോട്ട് ഇട്ടിട്ടാണ് കണ്ണെഴുതിയത്. പിന്നെ കണ്ണൊന്ന് ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ലെൻസും വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ആൾക്ക് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നു, ലെൻസ് വെക്കണം എന്നതുകൊണ്ട് ലെൻസും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ ചൂസ് ചെയ്തിരുന്ന ഓർണമെൻറ്റ്സ് കേരള ഓർണമെൻറ്റ്സ് ആണ്. അപ്പം ഇപ്പോൾ പൊതുവേ ആൻറ്റിക്കായിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് കൂടുതൽ പേര് നോക്കുന്നത്. പക്ഷേ കേരള ഓർണമെൻറ്റ്സ് ഇടുമ്പോൾ ആ ഒരു ട്രഡീഷണൽ ലുക്ക് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുല്ലപ്പൂ ഒരുപാട് വെക്കാത്ത ഒരു രീതിയിലാണ് നമ്മൾ പൂ വെച്ചിട്ടുണ്ടായിരുന്നത്. താഴെ കൂടെ ഒരു ലെയർ മാത്രം പൂ വെച്ചിട്ട് മേളിൽ മാത്രമാണ് കൂടുതൽ പൂ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മുടി കൂടുതൽ അങ്ങ് ഒതുങ്ങി പോവാതെ മുഖം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിക്ക് ആവാത്ത രീതിക്കാണ് ചെയ്യാൻ നോക്കിയത്. കാര്യം കാൽക്ക് കുറച്ച് കവളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. പിന്നെ നമ്മൾ ബാക്കിൽ മുടിക്ക് നല്ല രീതിക്ക് കേൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു വേവി കേൾസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം വേറൊന്നുമല്ല, ആളുടെ ഹെയറിന് നോർമലി കുറച്ച് നീളമുള്ള മുടിയായിരുന്നു. അപ്പം നമ്മുടെ എക്സ്റ്റൻഷനുമായിട്ട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു കേൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കാം. നിങ്ങൾക്ക് എന്നെ എൻക്വയറി ചെയ്തിട്ട് എൻ്റെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ലാസ്റ്റ് എൻ്റെ നമ്പർ കൊടുത്തിട്ട് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദൂരെ നിന്ന് വരെ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വർക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു ബ്രൈഡുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ വണക്കം.